നമ്മൾ ആദ്യം ഒന്ന് ചൊല്ലും. അതിനുശേഷം ഇത് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരും. നമ്മൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കേണ്ട ക്രമം ഞാൻ പറഞ്ഞു തരും. 4 ദിക്കുകളിലേക്കും കർത്താവിന്റെ ശക്തി ഒഴുകും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കണ്ണു തുറന്നേ. അറിയാലോ, ഇത് ഉച്ചത്തിൽ അങ്ങ് ചൊല്ലണം. ഇത് ദൈവത്തെ യേശുവിനെ ആരാധിക്കുന്ന പ്രാർത്ഥനയാണ്. യേശുവിനെ ആരാധിക്കുന്ന പ്രാർത്ഥന. അപ്പൊ ഇത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയാവണമേ. ഇതങ്ങ് ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം. എത്രത്തോളം ഉറക്കെ, പാട്ടും താളമൊന്നും നിങ്ങൾ നോക്കണ്ട, ഉറക്കെ അങ്ങ് ചൊല്ലണം. എത്രയും ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോ നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഈ ആദ്യം ഇങ്ങോട്ട് തിരിഞ്ഞ് ചൊല്ലും. അപ്പൊ അച്ഛൻ പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തിപ്പിടിക്കും. അപ്പോ ഇവിടെ മുമ്പിൽ നിന്ന് അച്ഛൻ വിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തിപ്പിടിക്കും. അപ്പൊ അച്ഛൻ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നോ അങ്ങോട്ട് നിങ്ങൾ തിരിയണം. അച്ഛൻ ആദ്യം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. അപ്പൊ നമ്മളെല്ലാം ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം അച്ഛൻ അങ്ങോട്ട് തിരിയും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് തിരിയണം. അതിനുശേഷം അച്ഛൻ ഇങ്ങോട്ട് തിരിയും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് തിരിയണം. അതിനുശേഷം അച്ഛൻ ഇങ്ങോട്ട് തിരിയും, നിങ്ങൾ ഇവിടേക്ക് തിരിയണം. 4 ദിക്കിലേക്കും പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തി ഒരു 1000 കിലോമീറ്റർ ദൂരത്തേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കാൻ. 10 ലക്ഷം ആത്മാക്കളാണ് ഈ ധ്യാനത്തിന്റെ ലക്ഷ്യം. അപ്പോ ആ 10 ലക്ഷം ആത്മാക്കളിലേക്ക് 4 ദിക്കിലേക്കും കർത്താവിന്റെ ശക്തി ഇപ്പോൾ ഒഴുകിയിറങ്ങും. അപ്പൊ നമ്മൾ അതിന് നിങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായ ശരീരഭാഷ ഉപയോഗിക്കാം. എനിക്ക് പറയാനുള്ളത്, കൈ ഇങ്ങനെ പിടിച്ചാൽ അതൊരു വലിയ അനുഗ്രഹം. കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചോ. അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ കഴിക്കുമ്പോൾ നിങ്ങൾ കൈയാത്തിട്ടാൽ മതി. കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ആ കർത്താവിനെ ആരാധിക്കാം. നമ്മൾ ഈ ലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ചൊല്ലി പ്രാർത്ഥിച്ചു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. കുനിഞ്ഞ് കുരിശ് വരച്ച് ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നേരെ വിപരീത ദിശയിലേക്ക് തിരിഞ്ഞ് കരങ്ങൾ വിരിച്ചു പിടിക്കാം. ഈ ദിക്കിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് തിരിയുക. റൈറ്റ് സൈഡിലേക്ക് തിരിയുക. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നേരെ എതിർദിശയിലേക്ക് തിരിയാം. കരങ്ങൾ വിരിച്ചു പിടിക്കാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈശോയിലേക്ക് തിരിഞ്ഞു നിൽക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായിട്ട്